അല്ല എന്താ ഉണ്ടാക്കുന്നേ? മീൻകറിയാ? എന്നാ മീനാ? മത്തിയാ? ഇതെന്നാ അടിനകത്ത് ഇട്ടാക്കുന്നേ? ഇത് എണ്ണ, കടുക് പൊട്ടിച്ചു, ഉലുവ പൊട്ടിച്ചു, കുറച്ച് ചെറുജീരകം പൊട്ടിച്ചു, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. മീൻ ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. അത് ഞാനാണ്. പിന്നെ ഉള്ളി, തക്കാളി അത് ഞാനാണ്. അത് നീയാണ്. സമ്മതിച്ചു. അപ്പൊ ഇനി ഇത് വഴറ്റിയിട്ട് നല്ല ശരിക്ക് വഴന്നു വരണം. അങ്ങനെ ആയി വരുമ്പോഴാണ് നമ്മുടെ മീൻകറി റെഡിയായി വരിക. ഇല്ലില്ല, ഇത് വഴറ്റിയ മീൻ ഇതെല്ലാം കൂടി ഇടണം. അതെല്ലാം കൂടി ഇട്ട് കഴിയുമ്പോഴാണ് മീൻകറി ആകുന്നത്. ഓരോന്ന് നമുക്ക് ചെയ്യാം അല്ലേ? തക്കാളിയും സവോളയും കൂടി ഇടാം. ഇട്ടോ? ഇട്ടു. അനുവാദം തന്നിരിക്കുന്നു. ഇട്ടോളൂ. ആ മറ്റേ ഷൂ എന്നുള്ള സൗണ്ട് കേൾക്കുന്നില്ല? മറ്റേ ഇത് ഇടുമ്പം ഇങ്ങനെ വഴറ്റി നല്ല വഴറ്റി വന്ന് അപ്പൊ ഇങ്ങനെ വഴറ്റി ലാസ്റ്റ് നല്ല ഇപ്പൊ പറയുമ്പോ തന്നെ ഇതാകുന്നുണ്ടല്ലേ? പിന്നെ എനിക്കുണ്ടേ. അപ്പൊ ഇനി വഴറ്റി വന്നിട്ട് നമുക്ക് അടുത്തത് മീൻ ഇടണം. ഓൾറെഡി പൊടിയിടണം. മീൻകറിക്ക് പൊടിയിടണം. പച്ചമീൻ ഇടണ്ട, പൊടി കുറച്ച് ഉപ്പിട്ടോ. വഴറ്റി കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പിടുക. എത്ര ടേബിൾ സ്പൂൺ ഇടണം? 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ 1 സ്പൂണും ചട്ടിക്കകത്തോട്ട് എടുത്തിടുക. ആയിക്കോട്ടെ. തമാശയാണ്, എല്ലാരും സപ്പോർട്ട് ചെയ്യണം. അതെ. അപ്പൊ വഴഞ്ഞു. ആയോ? ഇല്ല, വഴറ്റി വരട്ടെ. ഇനി വഴറ്റി വരട്ടെ. ആദ്യമായിട്ട് മീൻകറി വെക്കുന്നതാണോ? പിന്നെ അല്ല, ഞാൻ കുറേ മീൻകറി വെച്ചിട്ടുണ്ട്. ആണോ? ഏതെല്ലാം മീൻകറി വെച്ചിട്ടുണ്ട്? നീ കരിമീൻ വെച്ചിട്ടുണ്ടോ? കരിമീൻ പൊള്ളിച്ചത്. കരിമീൻ പൊള്ളിച്ചത്. അപ്പം കറി വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. വഴറ്റി ആവട്ടെ. ഇപ്പൊ അടുത്ത് വഴറ്റിയായി. ഇനിയിപ്പം പൊടിയിടാൻ പോവാ. ഇതെന്നാ? മഞ്ഞപ്പൊടി. ഒരാളെ എഴുതി കണ്ടോ? അത് തിരിയത്തില്ല. മഞ്ഞപ്പൊടി തിരിയും. ഞാനല്ല ഇവിടെ പിന്നെ മഞ്ഞപ്പൊടി ഇടാൻ പോയാണ്. ഇട്. 1/2 ടീസ്പൂൺ. എനിക്കറിയത്തില്ല. എനിക്ക് ടീസ്പൂൺ ടേബിൾ സ്പൂൺ അറിയത്തില്ല. അടുത്തതായി മുളക് പൊടി. 1 2 3 ഇട്ടില്ല. 2.5. അടുത്തത് മല്ലിപ്പൊടി. 1 2 2 വേണ്ട. 1.25 മതിയാ. 1.25. അടുത്തതായി ഫിഷ് മസാല ഇടുവാണ്. അത് എത്ര ടീസ്പൂൺ ആണോ? അത് ടേബിൾ സ്പൂൺ ഒന്നുമില്ല, എന്റെ ഒരളവാണ്. ഇതൊക്കെ കയ്യളവ്. മതിയായിരിക്കുന്നു വിശ്വസിക്കുന്നു. മതി. നമുക്ക് ഇളക്കാണല്ലോ. ഇളക്കിക്കോ. കുറച്ചു നേരം ഇളക്കി നല്ലോണം ഇളകട്ടെ. നല്ലോണം ഇളക്കിയിട്ട് ഇളക്കിയെടുക്കുക. നല്ല മൂത്ത് വരണം. ഓക്കെ, ആയില്ലേ? റെഡിയല്ലേ? ഇനി വെള്ളം ഒഴിക്കണം അല്ലേ? നമ്മൾ വെള്ളം ഒഴിക്കാൻ പോകും. 1 കപ്പ് വെള്ളം ഒഴിക്കാൻ പോവാണ്. 1 കപ്പ് വെള്ളവും വേണ്ട, ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിക്കാം. നിങ്ങൾ നോക്കിയല്ലോ, ഒഴിച്ചു. എന്നിട്ട് നല്ല ശരിക്കും അങ്ങ് ഇളക്കുക. ഓക്കെ, നന്നായിട്ട് അങ്ങ് ഇളകട്ടെ. ഇത് ഒഴിച്ചോ. മതി. 1 കപ്പ് ഒഴിച്ചപ്പോൾ ചെറിയ കപ്പാണ്. വേണ്ട, 1 ഗ്ലാസ് കറിക്ക് വെള്ളം ഒഴിക്കണം. ചെറിയ കപ്പ് ആയാ? ഇനിയിപ്പോൾ നമ്മൾ മീനിടും. ഉപ്പിടണം, പുളിയിടണം. ഞാൻ ഇപ്പം ഇനി പുളി ഇടുക. ആൾറെഡി 1 പുളി മതിയോ? 1 പുളി മതി. അപ്പോൾ ഇല്ല, ഫോക്കസ് ചെയ്യട്ടെ പുളി. ഓക്കെ. ഇതിടാൻ പോവാണ്. ഓക്കെ, ഇട്ടോ. 1 പുളി ഇട്ടുള്ളൂ അല്ലേ? 1 പുളിയും കൂടി വേണം. ഇട്ടോ. ഒരു ചെറുതും കൂടി ഇട്ടോ. ഓക്കെ, ഇട്ടോ. ഇടുവാണ്. 2 പുളി ഇട്ടേ. ഇനി ഇത് തിളച്ചിട്ട് വേണം അടുത്ത മീനിടാൻ. ഉപ്പിടണം.
സൈഡ് വരുമോ? വെള്ളം പോയേ പോയി. ഉപ്പിട്ടോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ ഉപ്പിട്ടില്ല. ഉപ്പിടു എന്നാൽ എന്നാ ഉപ്പിട്ടാലോ? ഉപ്പിട്ടോ? ഉപ്പൊക്കെ ലേശം മതിയേ, കുറച്ച് മതി. പിന്നെ ഇട്ടാ പോരാ. ഉപ്പ് പിന്നെയാണെങ്കിലും വേണം ഇടാം. അങ്ങനെ ഉപ്പിട്ടിരിക്കുന്നു. ഞാൻ പറയുന്ന ഏറ്റവും ഒരാള് പറഞ്ഞാ പോരെ. ഇളക്ക്. ഞാനല്ലേ കുക്ക്, അപ്പൊ ഞാൻ പറയും. ഇളക്കിയ അത് ഞാൻ ഇളക്കിക്കോളും, ഇങ്ങോട്ട് ഇളക്കണ്ട. ഓക്കെ, ഉപ്പിട്ടു. ഇളക്കി വെച്ചു. ഇനിയിപ്പോ തിളക്കണം. ഞാൻ പറഞ്ഞു. തിളച്ച് കഴിയുമ്പോ നമ്മള് മീനിട്ട് അടച്ചു വെക്കും. അന്നേരം വെന്തിട്ട് പിന്നെ നമ്മളെടുത്ത് കഴിക്കും. ഓക്കെ. അപ്പം ഇതെടുക്ക. അടുത്തതായി നമ്മള് ഫിഷ് ഇടാൻ പോവാണ്. ഓക്കെ. ഇട്ടോ? ഓക്കെ. ഫിഷ് ഇട്ടിരിക്കുന്നു. ഫിഷ് ഇട്ടതിന് ശേഷം നമ്മൾ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മെല്ലെ ഇളക്കണം. അതെ, പൊടിഞ്ഞു പോകരുത്. മീൻ പോലും അറിയാതെ വേണം ഇളക്കാൻ. അതെ. ഇളക്കി വന്നതിന് ശേഷം ചില മീൻ കടയിൽ നിന്ന് കിട്ടുന്നത് ചിലപ്പോൾ 2 ആഴ്ച പഴക്കമുള്ളതായിരിക്കും. അപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ അളിഞ്ഞു പോകും. കുറച്ച് കറിവേപ്പില നമുക്ക് ഇടാവേ. ഞാൻ പറയും, ഞാനാണ് കുക്ക്. ഓക്കെ, കറിവേപ്പില നമ്മൾ വിതറിയിരിക്കുന്നു. ഇതെന്നെ പറയാൻ വിട്ടുമില്ല. ഞാനല്ലേ കറിയാക്കുന്നേ. ഓക്കെ, അപ്പോൾ കറിയാക്കുന്ന കുക്ക്. അപ്പോൾ നമ്മൾ നല്ല ശരിക്കും ഇളക്കുക. ഇളകിയോ? ഇനി നമ്മൾ വേവാൻ വേണ്ടി മൂടി വെക്കുക. അടച്ചു വെക്കുക വേവാൻ വേണ്ടിയിട്ട്. തീ കുറച്ച് വെക്കണം. തീ കുറച്ച്. ഓക്കെ, അടച്ചു വെച്ചിരുന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിട്ട് പറ. അപ്പം നമ്മുടെ മീൻകറി റെഡിയായി. മീൻകറിയും എല്ലാ സാധനങ്ങളും വിളമ്പിയോടെ വെച്ച്. അപ്പം കാണിച്ചു കൊടുക്കുക. ചോറ്, മീൻകറി, മീൻ വറുത്തത്, പിന്നെ തോരൻ, ചീരത്തോരൻ, പയറ് കറി, അച്ചാറ്. ഇത്രയും കാര്യങ്ങൾ നമുക്കുള്ളത് കേട്ടോ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. മീൻകറിയിൽ തന്നെ നമുക്ക് തുടങ്ങാം. സൂപ്പർ മീൻകറി കേട്ടോ, കൊള്ളാം. സൂപ്പർ. വറവ്. സൂപ്പറാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഇത് കഴിച്ച് കിട്ടാം.